ഞങ്ങൾ ഒന്ന് ദൂദ്സാഗർ കാണാൻ പോവാണ്. നമ്മൾ അനന്തു ബ്രോ ദൂദ്സാഗർ ഫോൾസ് കണ്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ ഞാനും നമ്മുടെ അനന്തു ബ്രോയും കൂടെ മഡ്ഗാവിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ ബംഗാളികളുടെ സ്വന്തം വണ്ടിയായ ഇവിടുത്തെ വിവേക് എക്സ്പ്രസ് ആയ അമരാവതി എക്സ്പ്രസ്സിലാണ് പോകാൻ പോകുന്നത്, ഇവിടെ കാസിൽ റോക്കിലേക്ക്. അപ്പോൾ ഇത് ഈ അമരാവതി എക്സ്പ്രസ് വാസ്കോഡ ഗാമയിൽ രാവിലെ 6:00 വിടുന്ന വണ്ടിയാണ്. ഇവിടെ 7 മണിക്ക് എത്തും. അവിടെ നിന്ന് ഇത് ഷാലിമാർക്ക് പോകുന്ന ഒരു വൃത്തികെട്ട ഒരു വണ്ടിയാണ് ഈ അമരാവതി എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനാണ് കയറി ഇവിടെ ദൂദ്സാഗർ കാണാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇവിടെ നല്ല മഴയാണ്, നല്ല വെള്ളമൊക്കെ കാണും അല്ലേ ബ്രോ? ഇവിടെ സ്കൂളിനൊക്കെ അവധിയാന്നൊക്കെ കേട്ടു. അതെ, മഴയാണ് എന്തായാലും. നോക്കാം എന്തായാലും. ഞങ്ങളിവിടെ മഡ്ഗാവ് വന്നപ്പോൾ രാവിലെ ഇതേണ്ടൊരു കിടില് നൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഡെക്കൻ ഒഡിസി. ഈ ഡെക്കൻ ഒഡിസിയിൽ വെച്ച് എന്താ ഞാൻ പറയാം, ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷറി ട്രെയിൻസ് ഉണ്ടല്ലോ, മറ്റേ ഗോൾഡൻ ചാരിയറ്റ് അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു വണ്ടിയാണ് ഈ ഡെക്കൻ ഒഡിസി. അടിപൊളി. നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. എനിക്ക് അടിപൊളി, നല്ല കളർഫുൾ റേക്ക് അല്ലേ. ഡെക്കൻ ഒഡിസി എന്ന് വെച്ചാൽ സെൻട്രൽ റെയിൽവേ ആ ഒരു ഭാഗത്ത് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലക്ഷറി വണ്ടിയാണ്. ഇത് ഇവിടുന്ന് പല പല ട്രിപ്പ് പോവും, ഗുജറാത്ത് ഭാഗത്തേക്ക്, അങ്ങനെ കോലാപ്പൂർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറേ ട്രിപ്പ് പോവും. ലക്ഷറി ട്രെയിനാണ്. ഈ ഒരു ട്രെയിനിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവരുടെ സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ലക്ഷങ്ങളായിരിക്കും പൈസ എന്ന് പറയുന്നത്. വേണ്ട ഡെക്കൻ ഒഡിസി എനിക്ക് ആ ഒരു നല്ല ആ റേക്ക് കാണുന്നത് നല്ല ഭംഗിയാണ്. നല്ല പഴക്കമുള്ള റേക്കാണ്. ഇതിനകത്ത് ഒരു കോച്ച് ഇതെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്ന വർഷം 2003 കേട്ടോ. 2003 ഉണ്ടാക്കിയ കോച്ചാണ്, പഴയ കോച്ചാണ്, ICF ടൈപ്പ് കോച്ചാണ്. ഇതിനകത്തെല്ലാം ഇതേപോലെ റൂംസ് ഒക്കെ ആയിരിക്കും മിക്ക റൂംസ്, ഹോട്ടൽ. ഞാൻ ആദ്യമായിട്ട് ലക്ഷറി ട്രെയിൻ കാണുന്നത് ഇന്ത്യയുടെ. ഇതിൽ ഓരോ കോച്ചിനും ഓരോ പേരുണ്ട്. ഈ ഒരു കോച്ചിൻ്റെ പേര് ശ്രദ്ധ എന്നാണ് കണ്ടോ. ഈ ഒരു കോച്ചിൻ്റെ പേര് എന്നാ ഗുൺപയോ, ഗുൺപാ. കൊള്ളാല്ലേ. ഇതിനകത്തെല്ലാം ഈ റൂംസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവും. ഫുള്ള് അടഞ്ഞ് കിടക്കണം. ഗസ്റ്റൊക്കെ ഉണ്ടാവും, ഇതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ടാവും. ടിൻഡഡ് ഗ്ലാസ്, അകത്തൊന്നും കാണത്തൊന്നുമില്ല പുറത്തുനിന്ന് നോക്കിയാൽ. അടിപൊളി ബ്രോ. ആദ്യമായിട്ടല്ലേ ലക്ഷറി ട്രെയിൻ കാണുന്നേ. ഇതിലൊക്കെ യാത്ര ഇടയ്ക്ക് നമ്മൾ കിറ്റി വിൽക്കണം, അല്ലേ രക്ഷയില്ല. അല്ല എല്ലാം വിൽക്കേണ്ടി വരും, അമ്മാതിരി റേറ്റ് ആയതിലൊക്കെ. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഇതിൻ്റെ സംഭവം കാണിച്ചാലേ ഇത് നമുക്കിവിടെ പുറത്തോടെ നോക്കിയാൽ അകത്ത് ഡൈനിങ് ടേബിളൊക്കെ കിടക്കുന്നുണ്ടോ. എന്തെങ്കിലും കാണാമോ ഗൈസ്? ഒന്നും കാണത്തില്ല, ശരിക്കും കാണാൻ പറ്റും. ഇത് ഈ കോച്ചിനകത്തും നമുക്ക് ഒന്നുകൂടെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ കണ്ട. ഇതെല്ലാം റെസ്റ്റോറൻറ്റാണ് കണ്ടോ. അടിപൊളിയായിക്ക് സൂപ്പർ സൂപ്പർ സൂപ്പർ. തനിയൊരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു സംഭവം വരാണ്ട റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ വന്ന് കഴിക്കാനൊക്കെ പറ്റും. ഓ സെറ്റപ്പ് അല്ലേ ബ്രോ? പോയാലോ ഇതിൽ? എല്ലാം വിറ്റിട്ട് പോവാം. ഓ ഇതിലൊക്കെ അത് യാത്ര ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപയല്ലേ. ക്യാമറ അടുപ്പിച്ച് പിടിച്ചെടുത്തേണ്ട അകത്തുനിന്ന് എടുത്താന്ന് പറയുന്ന ടൈപ്പ് ഒരു ആംഗിൾ കിട്ടും കേട്ടോ. ഓ അകത്തൊക്കെ സെറ്റ് നോക്കി. എന്തോ ഇന്ത്യയിൽ നോക്ക്, അടിപൊളി ഇന്ത്യയിൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ്. കോക്സ് ആൻഡ് കിങ്സ് എന്തൊരു കമ്പനിയാണെന്ന് തോന്നുന്നു ഇത് നടത്തുന്നത്. കോക്സ് ആൻഡ് കിങ്സ്, മഹാരാഷ്ട്ര ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, MTDC അവരൊക്കെ ചേർന്നാണ് ഈ ഒരു വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് എല്ലാം വെൽ മെയിൻറ്റെയിൻഡ്, നല്ല ഫിനിഷിങ് കേട്ടോ. ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ ഇവർക്ക് നമ്മുടെ സാധാരണ പാസഞ്ചർ ട്രെയിൻസ് കൊണ്ടുവരുന്നെങ്കിലേ എന്താണേലും നല്ല ഫിനിഷിങ്ങാ. വിനയിലാന്ന് തോന്നുന്നു. വിനയില എന്താണേലും ആ വിനയിൽ പോലെ ഇളകിപ്പോയിട്ടില്ല. ഈ ലോക്കോയിലൊട്ടിക്കുന്ന വിനയിൽ വരെ ഇളകിപ്പോകുന്നു. ഇതൊക്കെ എന്തൊക്കെയാ അതൊക്കെ. അടിപൊളി കണ്ടന്റ് എക്സൈറ്റ്മെന്റ് കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്ന കേസ്. കൊള്ളാം സംഭവം. ഇത് ഫസ്റ്റ് AC ആണെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് AC പോലത്തെ എന്തോ ക്യാബിനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഒന്നും എഴുതിയിട്ടില്ല ഈ കോച്ചയിലോ ഒന്നും. ഇതിൻ്റെ ക്ലാസ്സോ അങ്ങനെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. ഇത് എവിടെ നിന്നോ ഇപ്പം ഇവിടെ വന്ന് മഡ്ഗാവിൽ കിടക്കുകയാണ്. ഇപ്പം മിക്കവാറും മുംബൈ ഭാഗത്തേക്ക് പോകായിരിക്കും. എനിക്ക് തോന്നുന്നു നല്ല പ്രയോറിറ്റി ഒക്കെ ഉണ്ടാവും മിക്കവാറും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നേരത്തെ. ഇതിൻ്റെ ലോക്കോ ഉണ്ട്, ഒരു ഡീസൽ ലോക്കോ ആണേ. ഇവിടെ നോക്കിയപ്പോൾ ഗുത്തി ഷെഡിൻ്റെ ഒരു WDP-40 ആണ് ഇതിൻ്റെ ലോക്കോ. ഇത് കണ്ട് ഇതിൻ്റെ ജനറേറ്റർ കാറാണ് കേട്ടോ. ജനറേറ്റർ കാറ് ഇതൊക്കെ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 3rd AC പോലത്തെ കോച്ചാണ്. ഇതിൻ്റെ സ്റ്റാഫിന് നിൽക്കാനുള്ള സെറ്റപ്പോ അങ്ങനെ ഈ ഒരു ഫസ്റ്റ് കോച്ച്. ബാക്കിയെല്ലാം നല്ല അടിപൊളി കോച്ചാണ്. ഞങ്ങളിവിടെ ആ ഒരു മലയാളിച്ചേട്ടൻ അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്ന് രാവിലെ ആയപ്പോഴേക്കും ഇഡ്ഡലി ഉണ്ടായിരുന്നു. ഇഡ്ഡലിയും ചമ്മന്തിയും കൂടെ കഴിക്കുകയാണ്. 6:50 10 മിനിറ്റ് കൊണ്ട് വണ്ടി വരാൻ വേണ്ടി വേഗം കഴിക്കട്ടെ. ഇതെന്തോ റിവേഴ്സൊക്കെ എടുക്കുന്നത്. ഇതിനെ നമ്മൾ വന്നപ്പോഴേ ഇതിൻ്റെ ബാക്കിലത്തെ കോച്ചും ഇത് തമ്മിൽ ഒരു ഇതുണ്ട്, ഒരു ചരിവുണ്ട്. ഇത് കണ്ടോ? എനിക്ക് വീട്ടിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു ചരിവുണ്ട് ബാക്കിലത്തെ കോച്ചും ഈ ഒരു കോച്ചും തമ്മിൽ. അപ്പോൾ അതെന്തോ ആ വണ്ടി എടുത്തപ്പോഴേക്കും ആ ചരിവ് കുറച്ച് നേരെയായി. എന്താണോ എന്തോ എന്തെങ്കിലും സീനുണ്ടോയെന്ന് തോന്നുന്നു കണ്ടിട്ട്. ദേ നമ്മുടെ അമരാവതി എക്സ്പ്രസ് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് WDP-4 ടിൻ ലോക്കോസ് ആണേ. കണ്ടാ ഇത് ഗുത്തി ഷെഡിൻ്റെ ആണ് കേട്ടാ.
അപ്പോൾ അടിപൊളി. ഇത് ട്വിൻ ലോക്കോസാണ് ഈ വണ്ടിക്ക്. 2 ട്വിൻ ലോക്കോ വെച്ചിട്ടാണ് ഈ വണ്ടി എപ്പോഴും ഓടുന്നത്. അമരാവതി എക്സ്പ്രസ് കണ്ടോ, വാസ്കോഡ ഗാമയിൽ ഷാലിമാർക്ക് പോകുന്നതാണ് ഈ അമരാവതി എക്സ്പ്രസ്. അപ്പോൾ ഗുഡ്തി WDP4 ട്വിൻസുമായിട്ടാണ് ഈ വണ്ടി എല്ലാ ദിവസവും പോകുന്നത്. അപ്പോൾ നമുക്കിനി പോയി കോച്ചിൽ കയറാം. S6 ആണ് നമ്മുടെ കോച്ച്. S7 അല്ല S6-ൽ 15-16 നമ്മുടെ സീറ്റ് കേട്ടോ. ഇവിടെ ഇതാണ് നമ്മുടെ സീറ്റ്. ഇത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണ്. ഡെയിലി ഇല്ല, ആഴ്ചയിൽ 3-4 ദിവസം അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത് പുറത്തൂടെ ഭയങ്കര ഷോകാണെങ്കിൽ അകത്ത് നല്ല നീറ്റാണ് കേട്ടോ. നല്ല വൃത്തിയുള്ളൊരു കോച്ചാണ് അകത്ത്. ഇതിപ്പോൾ ഇവിടുന്ന് വാസ്കോ ഒന്ന് വൃത്തിയാക്കിയോണ്ടാണോ എന്ന് അറിയത്തില്ല. അകത്തിപ്പോൾ നല്ല മെയിൻറ്റെയിൻ ആണ്. തിരിച്ച് വരാൻ നേരത്തുള്ള അവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത്. ഞങ്ങൾ ശരിക്കും ഗോവയിൽ വരാൻ നേരത്തെ പ്ലാൻ ചെയ്ത സമയത്ത് ഈ ഭാഗത്തൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു. കാരണം മഴയൊക്കെ ഓൾമോസ്റ്റ് നിന്നു. പക്ഷേ അനന്തുവിൻ്റെ എന്തോ ഭാഗ്യത്തിൽ ഇവിടെ വരുന്ന 2 ദിവസം മുമ്പ് ഇവിടെ മഴ തുടങ്ങി. അനന്തുവിന് ഭയങ്കര ഇതായിരുന്നു, മഴ കിട്ടണം. ദൂത്സാറിന് മഴ കിട്ടണം. ദൂത്സാറിന് നല്ല മഴയായിരിക്കും. ഇവിടെയും മഴയാണ്, അപ്പോൾ ദൂത്സാറിന് നല്ല മഴയായിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് മഴയെ കുളിച്ചാണ് ഇങ്ങനെ നടക്കുന്നത്. അത് മൂടി രാവിലെ തന്നെ മഴയൊക്കെ തന്നെ മൊത്തം അലങ്കോലായിട്ടിരിക്കുകയാണ്. അപ്പോൾ അമരാവതി എക്സ്പ്രസ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്നതൊന്നും എങ്ങനെയാണെന്നൊന്നും ഇതിനായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, ഇത് പെട്ടെന്ന് എടുത്തൊരു പ്ലാനാണ്. തിരിച്ചു വരാൻ വേണ്ടി 8 മണിക്കൂർ ലേറ്റ് ആയിരുന്നൊരു ഗോവ എക്സ്പ്രസ് എന്ന വണ്ടിയുടെ അതിന് വരേണ്ടി വരും, അല്ലെങ്കിൽ അമരാവതി എക്സ്പ്രസ്. തിരിച്ചു വരുന്ന കാര്യമല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. തിരിച്ച് ഞങ്ങൾ 5:30 ഇവിടെ എത്തണം. 5:30 ഇവിടെ എത്തിയില്ലെങ്കിൽ 5:40 ഞങ്ങൾ മംഗളയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. മംഗളം മിസ്സാവും. അപ്പോൾ അതിന് മുമ്പ് എത്തണം. ഒരു ടാസ്ക്കാണ്. വണ്ടി അവിടെ നിന്ന് വരാനത് ലേറ്റ് ആയാലും പണിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ എത്തണം. ഞങ്ങൾ ഇതിൻ്റെ സ്ലീപ്പറിനെ കറണ്ട് ബുക്കിംഗ് എടുത്താണ്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ ഡിപ്പാർച്ചർ 4 മണിക്കൂർ മുമ്പാണ് കറണ്ട് ബുക്കിംഗ് ഓപ്പൺ ആവുന്നത്. അതായത് ഈ വണ്ടി രാവിലെ 6:00 വിടുന്ന വാസ്കോ വിടുന്ന വണ്ടി ആയതുകൊണ്ട് 6 - 4 മണിക്കൂർ 2:30 ചാർട്ട് വരേണ്ട വണ്ടിയാണ്. അപ്പോൾ വെളുപ്പിന് 2:30 ചാർട്ട് വരേണ്ട വണ്ടിയുടെ ചാർട്ട് വന്നത് തലേദിവസമാണ്. തലേദിവസം വൈകിട്ട് 8 മണിക്ക് വരെ. ഞങ്ങൾ ചുമ്മാ ടിക്കറ്റ് നോക്കിയപ്പോൾ കറണ്ട് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട് 250 സീറ്റ്. അങ്ങനെയാണ് സ്ലീപ്പർ ബുക്ക് ചെയ്തത്. പിന്നെ ജനറലൊന്നും പോകാൻ പറ്റില്ല, കാരണം ഫുള്ള് ബംഗാളികളായിരിക്കും. തിരക്കെന്ന് വെച്ചാൽ അമ്മാതിരി നല്ല ഡിമാൻഡുള്ളൊരു വണ്ടിയാണ് ഈ അമരാവതി എന്ന് പറയുന്നത്. വണ്ടിക്ക് ഇപ്പം ട്വിൻ ലോക്കോസ് ആണല്ലോ ഡീസൽ. ഈ ഡീസൽ വെച്ച് വാസ്കോയിൽ ഇത് ഗുണ്ടക്കൽ വരെ പോകത്തുള്ളൂ. ഗുണ്ടക്കലിൽ പിന്നെ ഇലക്ട്രിക്കാണ്. ഇതിന് വിശാഖപട്ടണത്ത് വെച്ച് ലോക്കോ റിവേഴ്സിലുണ്ട്. ഇത് ഇവിടെ നിന്ന് പോകുന്നത് നേരെ കൂബിളി പോകും. ലോണ്ട വഴി കൂബിളി പോയിട്ട് അവിടെ നിന്ന് മറ്റേ നന്ദ്യാൽ ആ വഴി കയറി ഇവിടെ പോകും ഗുണ്ടൂരിൽ നിന്ന് നേരെ പിന്നെ വിജയവാഡ, അങ്ങനെ ആ ഒരു നോർമൽ റൂട്ടിൽ കൂടെയാണ് ഇത് ഷാലിമാർ പോകുന്നത്. വിശാഖപട്ടണത്തിൽ ലോക്കോ റിവേഴ്സിലുണ്ട്. അപ്പോൾ ഇവിടെ ഗുണ്ടക്കൽ വരെ ഡീസൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഇലക്ട്രിക് ആയിരിക്കും. ഇവിടെ മടുകാന്ന് വിട്ടാൽ ഈ വണ്ടിക്ക് സൺവേർഡും ചർച്ച് എന്നൊരു സ്റ്റേഷനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടാണ്, കുലമാണ്. കുലം നിന്നാണ് നമ്മുടെ വണ്ടിക്ക് ബാങ്കറുകൾ പിടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ അമരാവതി എക്സ്പ്രസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണെങ്കിൽ ദൂത്സാർ നല്ല അടിപൊളി ലൈറ്റ് കിട്ടും. കാരണം ഇത് തിരിച്ചു വരുന്നതും രാവിലെയാണ്, അങ്ങോട്ട് പോകുന്നതും രാവിലെയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെളിച്ചത്തിൽ നിങ്ങൾക്ക് ദൂത്സാർ കാണാൻ പറ്റും. ഇപ്പോൾ ഗോവയിലൊക്കെ നിൽക്കുവാണെങ്കിൽ ഗോവയിൽ നിങ്ങൾക്ക് ദൂത്സാർ കാണാൻ പോകണമെങ്കിൽ ഈ ഒരു വണ്ടി ചൂസ് ചെയ്ത് ആഴ്ചയിൽ 4 ദിവസമുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല കോടയാണ്. ഈ ചാറി നിൽക്കുന്ന ടൈപ്പ് മഴയായിട്ട് പുറത്ത് നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ചൂടൊന്നുമില്ല, നല്ല പ്ലസൻറ്റ് വെതർ. ഈ മടുകാവെന്ന് വരുമ്പോൾ
കലം എന്നൊരു സ്റ്റേഷൻ ഉണ്ട്. അവിടം വരെയാണ് ശരിക്കും ഡബിൾ ലൈൻ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് സിംഗിൾ ലൈനാണ്. അപ്പോൾ മൊത്തം ഡബിൾ ലൈൻ ആയിട്ടില്ല. ഇവിടുന്ന് കുലം ശരിക്കും ദൂച്ചാറ് വഴിക്ക് ഡബിൾ ലൈൻ പ്രൊപ്പോസലൊക്കെ പോരാ. പക്ഷേ ഫോറസ്റ്റിൻ്റെ ഇഷ്യൂ കാരണം അവർ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഇവിടം വരെ ഡബിൾ ലൈൻ ആയത്. നമ്മളങ്ങനെ 4 മിനിറ്റ് ബിഫോർ ടൈം തന്നെ ഇവിടെ കുലം വന്ന് കയറുകയാണ്. ഇനി നമ്മുടെ ഗാർഡ്സ് കയറാൻ വേണ്ടി ഇവിടെ നിന്ന് ഇവർ ബാങ്കർ ലോക്കോസ് പിടിപ്പിക്കും. ഗെയ്സ് ദണ്ടാ കിടക്കുന്ന ആ 2 ട്വിൻ ലോക്കോസാണ് നമ്മുടെ ബാങ്കർ. ഹൂബ്ലി ഷെഡിൻ്റെ WDG4 ട്വിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇനി തള്ളി കയറ്റി മുകളിലേക്ക് എത്തിക്കുന്ന ഐറ്റംസ്. നമ്മൾ കുലം സ്റ്റേഷനിൽ നിന്ന് 8:15 ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. എങ്ങനെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. നമ്മുടെ വണ്ടിയിൽ ഡോഗ് സ്ക്വാഡൊക്കെ ഇതുണ്ടോ? ചൂടുള്ളത് ഇത് വെള്ളച്ചാട്ടം എത്താറ് പോലും ആയിട്ടില്ല. കുലം സ്റ്റേഷൻ കഴിഞ്ഞതുള്ളൂ. എല്ലാവരും ഡോറിനോടൊപ്പം നിൽക്കുക. ആരും കാണാത്ത പോലെ അത് ഇപ്പോഴേ ഇടിയായി നോക്ക്. എൻ്റെ ദൈവമേ, ഇത് എങ്ങനെ എടുക്കുമെന്ന്. ഞാൻ ഇവിടെ ഒന്നും അല്ല എടുക്കാം. എവിടെ ഇരുന്നാലും കിട്ടുമല്ലോ സംഭവം. ഉണ്ട്, പ്രശ്നമില്ല. നമുക്ക് പിന്നെ ഇവിടെ ഇരുന്ന ഫോൾസ് കാണാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് വ്യൂ കാണണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ പോകണം. ഇവിടെ ഇരുന്നാലും കാണാൻ പറ്റും. ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കാസിൽ ലോക്ക് വിട്ടിട്ടേ ദൂച്ചാറ് വെള്ളച്ചാട്ടം എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റോപ്പാണ് ഈ സൊനാലി എന്ന് പറയുന്നത്. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു നിർത്തുമെന്ന് തോന്നുന്നു. നിർത്തിയിട്ട് ഇനി ക്രോസിംഗ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇതൊരു ക്രോസിംഗ് സ്റ്റേഷൻ മാതിരിയാണ്. കാരണം ഈ റൂട്ട് മെയിനായിട്ട് ഫ്ലൈറ്റ് മാത്രം പോകുന്ന റൂട്ടല്ലേ. ഈ അമരാവതി എക്സ്പ്രസ് ഉണ്ടല്ലോ, ഈ അമരാവതി എക്സ്പ്രസ് പോകാൻ നേരത്തും വരാൻ നേരത്തും ഈ റൂട്ടിലുള്ള എല്ലാ സ്റ്റേഷനിലും ഒന്ന് നിർത്തിയിട്ടൊന്ന് എടുക്കുവേ. ദൂത്സാറിനും ഇതേപോലെ ഒന്ന് നിർത്തിയിട്ടൊന്ന് എടുക്കും. ദൂത്സാർ ഒരു സ്റ്റേഷൻ പോലെ ഉണ്ട്. പക്ഷേ അവിടെ വണ്ടി ആൾക്കാർക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം അവിടെ ഇല്ലീഗലാണ്, ട്രെസ് പാസിങ് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഒന്ന് ട്രെയിൻ ഒന്ന് നിർത്തും, ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞൊന്നും എടുക്കും. അതിനെന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. എന്താണെന്ന് ടെക്നിക്കലായിട്ടൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ട്രാക്കിൽ വർക്ക് എടുക്കുന്ന കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടോ. അപ്പോൾ ഇനി ദൂത്സാർ വാട്ടർഫോൾസിന് അവിടെ കൊണ്ടായിരിക്കും വണ്ടി നിർത്തുന്നത്. അപ്പോൾ കറക്റ്റ് വാട്ടർഫോളിൻ്റെ മുന്നിൽ നിർത്തുവാണെങ്കിൽ നമുക്ക് അത്രയും ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ നിർത്തുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് കറൻറ്റ് സോൺ എന്ന സ്റ്റേഷനുണ്ട്. അവിടെയും കൊണ്ട് നമ്മുടെ വണ്ടി ചവിട്ടും. തിരിച്ചു വരാനത്തുള്ള അമരാവതി ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ട്രെയിനിൽ പോകുമ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഫോൾസ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ വന്ന് നമ്മളിങ്ങനെ നിൽക്കണം. സൊനാലിയും സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു യൂ ടേൺ ഉണ്ട്. ആ യൂ ടേൺ കഴിഞ്ഞിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ വന്ന് നിൽക്കേണ്ടത്. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ പോകണം. എന്നാലേ ഫോൾസ് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ ഫോൾസ് ഇപ്പോൾ കാണാൻ പറ്റും. നല്ല മഴയാണ്, പ്ലസ് മഞ്ഞും കൂടെ. നോക്കി, അടിപൊളി അടിപൊളി. നോക്കി, ഫോക്കസ് ആവുന്നില്ലേ ക്യാമറ? അയ്യോ, ഫോക്കസ് ആവുന്നില്ലേ. അമ്മാതിരി മഞ്ഞ കണ്ടോ ബ്രോ. പിക്ക് കിട്ടിയോ? കിട്ടിയോ? കാണിച്ചേ കാണിച്ചേ. സൈഡില്ല ലൈറ്റ് റൂം ഉണ്ടല്ലോ. അപ്പോൾ ഈ അടുത്തത് നമ്മുടെ സൈഡിലാണ് ഫോൾസ് വരുന്നത്. ഫോൾസ് വരുമ്പോൾ ചവിട്ടണേ, നമ്മുടെ നേരെ ചവിട്ടണേ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നേരെ ചവിട്ടാൻ. ഇവിടെ എല്ലാം ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഇനിയിപ്പോൾ 2 ടണൽ കഴിയും. ആ 2 ടണലിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് ആ ടണൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദൂത്സാഗർ വാട്ടർഫോൾസ് വരുന്നത്. കണ്ടോ മോനെ, കണ്ടോ കണ്ടോ, അടിപൊളി അടിപൊളി. ട്രെയിൻ വളരെ പയ്യ കേട്ടോ പോകുന്നേ. ഓ സെറ്റ്. അത് ഭയങ്കര മഴ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മഴ ഇതൊക്കെ പ്രതീക്ഷ വന്നാണ്. ഫുള്ള് മഴയാണ്. അതുകൊണ്ട് ആ ഫോൾസിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ എടുക്കാൻ നേരത്ത് ബ്ലറായിപ്പോയി, വെള്ളം വീണിട്ടേ. പിന്നെ ലെൻസ് ഉടക്കാൻ പോയപ്പോഴേക്കും ഫോൾസ് അങ്ങ് പോയി. ഇപ്പോഴും ഇവിടെ കണ്ടോ ഇങ്ങനെ മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഈ അരുവി വരുന്ന പോലെ ഇങ്ങനെ വെള്ളം കാണുന്നുണ്ടോ. എന്തോരം വന്ന് നോക്കി. സാധാരണ ഇവിടുത്തെ ഈ ലൈനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുഡ്സൊക്കെ കിടക്കാം. ഇന്നെന്തോ ഭാഗ്യത്തിന് ഗുഡ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. പിടിച്ചിട്ടില്ല. അതേണ്ട് കിടക്കുന്നു. അയ്യോ, ഗുഡ്സ് ഉണ്ട്. ശബ്ദമൊന്നും കേട്ടില്ലായിരുന്നു. നമ്മളെ പിടിച്ചില്ല. അവിടെ സേഫ്. 1, 2 ഇപ്പൊ 2 ലോക്കോ ആയി. ഇത് 3ാമത്തെ ലോക്കോ. 4ാമത്തെ ലോക്കോ.
4 ലോക്കോ, 2 പുറകില്ല 5 ലോക്കോ, 5ാമത്തെ ലോക്കോ, 5 ലോക്കോ വെച്ച ഒരു ഫ്ലൈറ്റ് വരുന്നത്. അതൊക്കെ ഇപ്പൊ ഭയങ്കര കോടയാണ്. നോക്കി ഇത് കണ്ടോ, താഴെക്കൂടെ കണ്ട വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇപ്പൊ നല്ല കോടയാണ്. നോക്കി അടിപൊളി അല്ലേ, സൂപ്പർ. വീട്ടിലൊരു വെള്ളച്ചാട്ടം നോക്കിയേ. വാവ്, ഈ വെള്ളച്ചാട്ടം തന്നെ നേരത്തെ കണ്ടില്ലല്ലോ. കൊള്ളാമല്ലോ, നൈസാണല്ലോ അത്. നമ്മളിപ്പോൾ കരൻസോൾ എന്നൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. അടിപൊളി. എങ്ങനെയുണ്ട് ബ്രോ, ഇഷ്ടപ്പെട്ടോ? അടിപൊളി എക്സ്പീരിയൻസ്. നിങ്ങളല്ലേ പറഞ്ഞ മഴയൊന്നും കാണത്തില്ലത്. നിൽക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം മഴ മാറിയപ്പോൾ കോടയായി, ഫുള്ള് കോടയായി കേട്ടോ. കോട കൂടി വരുമോ കണ്ടോ. എൻ്റെ ദൈവമേ, മൊബൈലിൽ അത്രയും കോട കാണത്തില്ല. നമ്മളങ്ങനെ കാസിൽ റോക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. കാസിൽ റോക്കാണ് ഈ മല കയറി വന്നിട്ടുള്ള ആദ്യത്തെ സ്റ്റേഷൻ, മുകളിലത്തെ സ്റ്റേഷൻ ടോപ്പായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ബാങ്കറും ബ്രേക്കറൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്കർ ഇനി ഇവിടെ ഊരും കേട്ടോ. നമ്മുടെ ബാങ്കർ കാണിച്ചു തരാവേ. പുറകെ ഉണ്ട് ആ 2 ട്വിൻ ലോക്കാണ് നമ്മുടെ ബാങ്കർ ലോക്കോസ്. അങ്ങനെ ഗൈസ്, നമ്മൾ കാസിൽ റോക്ക് എത്തി. ഇപ്പോൾ സമയം എത്രയായി ബ്രോ? 9:45. വെറും അരമണിക്കൂർ ഡിലേ ഉള്ളൂ. വെറും 25 മിനിറ്റ് ഡിലേയോടെയാണ് നമ്മുടെ ഷാലിമാർ പോകുന്ന അമരാവതി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പോയി കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിലല്ല, ലോണ്ടയിൽ ഗോവ എക്സ്പ്രസ് കിടപ്പുണ്ട്. അപ്പോൾ ഗോവ എക്സ്പ്രസ് വരെ നമ്മൾ നേരെ തിരിച്ചു പോകണം. അപ്പോൾ അതിന് എങ്ങനെ ഇവിടെ നിന്ന് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ നോക്കട്ടെ. ഈ വണ്ടിക്ക് ഒരു സ്ലിപ്പ് പോർഷൻ ഉണ്ടേ, കാണിച്ചു തരാവേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ അമരാവതി എക്സ്പ്രസ് ഇവിടം വരെ ഉള്ളൂ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് ഗുണ്ടക്കലിന് ചേർക്കുന്ന ഒരു സ്ലിപ്പ് പോർഷനാണ്. അതായത് യലഹങ്കയിൽ കാച്ചിക്കൂടെ പോകുന്നൊരു വണ്ടിയുടെ സ്ലിപ്പ് പോർഷനാണ് ഈ വണ്ടിക്കുള്ള അമരാവതിക്ക്. അപ്പോൾ ഇത് ഗുണ്ടക്കൽ ഊരുമെന്നാണ് ഞാൻ കണ്ടത്. കണ്ടോ, ഹുബ്ബള്ളി, കാച്ചിക്കുട, വാസ്കോഡ ഗാമ കണ്ടോ. അപ്പോൾ ഒരു വണ്ടിയുടെ സ്ലിപ്പ് പോർഷനുണ്ട്. അപ്പോൾ ഒരു 2 ടയർ, 3 ടയർ, സ്ലീപ്പർ, പിന്നെ പുറകിൽ SLR കണ്ടോ. ഇത്രയും കോച്ചാണ് ഉള്ളത് കണ്ടോ, കാച്ചിക്കുട യലഹങ്ക. അപ്പോൾ ഞങ്ങൾ തിരിച്ച് മടുഗാവ് പോകാൻ വേണ്ടി ഗോവ എക്സ്പ്രസ്സിന് ഒരു സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് എടുത്തു. കാസിൽ റോക്ക് ടു മടുഗാവ് 2 പേർക്ക് 130 രൂപ. അപ്പോൾ ഒരാൾക്ക് 65 രൂപ. അപ്പോൾ ഞങ്ങൾ സ്ലീപ്പറിൽ കയറി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കൗണ്ടർ ടിക്കറ്റ് എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ UTSൽ എടുക്കത്തേ ഉള്ളായിരുന്നുള്ളൂ. ഞങ്ങൾ ശരിക്കും ആദ്യം പ്ലാൻ ചെയ്തത് അമരാവതിക്ക് എത്തിയിട്ട് അമരാവതിക്ക് റിട്ടേൺ പോകാനാണ്. അപ്പോൾ അമരാവതി മിക്കവാറും തിരിച്ചുള്ള വാസ്കോയ്ക്ക് പോകുന്ന അമരാവതിയൊക്കെ നല്ല ഡിലേ ആണ്. അപ്പോൾ ഒത്തിരി ഡിലേ ആയിട്ട് ഞങ്ങൾ മടുഗാവ് എത്തിയാൽ ഞങ്ങൾക്ക് തിരിച്ച് മറ്റേ മംഗളം കിട്ടത്തില്ല. അപ്പോൾ നോക്കിയപ്പോഴാണ് ആദ്യമായിട്ടൊരു ലേറ്റായിട്ട് വരുന്ന വണ്ടി കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുന്ന ഇന്നാണ്. ഗോവ എക്സ്പ്രസ് 4.5 മണിക്കൂർ റീഷെഡ്യൂളായിട്ട് ഡൽഹിയിൽ നിന്ന് വിട്ടത് ഇപ്പം ഏകദേശം ഒരു 7.5 മണിക്കൂർ ഡിലേ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അത് വെളുപ്പിന് ഇവിടെ വരേണ്ട വണ്ടിയാണ് ഇപ്പോഴേ ഇവിടെ വരുന്നത്. ഇപ്പോൾ സമയം എത്ര, ഇപ്പോൾ 10 മണിയായി. 10 മണിയായപ്പോഴാണ് ഇങ്ങോട്ട് കയറാൻ പോകുന്നത്. ഇപ്പോൾ ലോണ്ട വിട്ടു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ സാധനം ഇങ്ങ് വരും. ഇപ്പോൾ നമ്മൾ ഗോവ എക്സ്പ്രസ്സിന് പോകും. അമരാവതി ഇതിൻ്റെ ബാക്കിലുള്ള അമരാവതി വലിയ ഡിലേ ഇല്ല ഇന്ന്. പക്ഷെ അമരാവതി വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം ഗുഡ്സൊക്കെ ഇടയ്ക്ക് വന്നാലേ
പണി കിട്ടും. ഇത് മെയിനായിട്ട് ഗുഡ്സ് വരുന്ന ഒരു സ്റ്റേഷനാണ്. ഈ പാസുന്ന ട്രെയിൻസൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ സ്റ്റേഷനിലാണെങ്കിലും വലിയ ഡെവലപ്മെൻറ്റോ കാര്യമൊന്നുമില്ല. ആകെ ഈ ഒറ്റ പ്ലാറ്റ്ഫോമിൽ മാത്രമേ ട്രെയിൻ വരത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഇവിടെ നിന്ന് ഒരു ട്രെയിൻ ഇവിടെ വന്നാൽ അവിടെ നിന്ന് വേറെ ട്രെയിൻ വരണമെങ്കിൽ ഈ ട്രെയിൻ അങ്ങോട്ട് പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സ്റ്റേഷനിൽ, കാസർഗോഡ് സ്റ്റേഷനിൽ. അപ്പോൾ ഇവിടെ വലിയ സൗകര്യങ്ങളോ കാര്യമൊന്നുമില്ല. ഒരു ചായക്കട പോലും ഞങ്ങൾ കണ്ടില്ല. അവിടെ ഒരു കടയുണ്ട്, പക്ഷേ ആ കടയൊന്നും തുറന്നിട്ട് പോലുമില്ല. അപ്പോൾ ഇവിടെ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ഒന്നും ചെയ്യരുത്. ഇവിടെ വന്നിട്ട് ബസ്സിന് പോകാൻ തീരുമാനിച്ചാലും ഇവിടെ നിന്ന് ബസ് താഴേക്ക് മടുകാവിലേക്ക് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. കാരണം ഇതൊരു ഗൂദാമിലാണ് ഈ ഒരു സ്റ്റേഷനിൽ ഇരിക്കുന്നത്. കണ്ടോ. അങ്ങനെ നമ്മുടെ ഗോവ എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. 7-7.5 മണിക്കൂർ ഡിലേ ആയിട്ട് വരുന്ന ഗോവ എക്സ്പ്രസ് കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു WDP 40 ലോക്കോ ആണ് കേട്ടാ. ഗോവ എക്സ്പ്രസ് ഈ വണ്ടിയിൽ ഫസ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത്. നിസാമുദ്ദീൻ നിന്ന് ലേറ്റായിട്ട് പുറപ്പെട്ട വണ്ടിയാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിലൊക്കെ AC ആണ്. നമുക്ക് സ്ലീപ്പറിലോടെല്ലാം കയറാം. നമുക്കിവിടെ S1 കയറിയിട്ട് പോകാം. S1 വേണ്ട, നമുക്ക് S2 പോകാം. അപ്പുറത്തെ സൈഡോർ പിടിക്കുന്നതൊക്കെ വല്ല നമ്മൾ കയറി എൻ്റെ S2 തോന്നുന്നു. 2024 മേടൊരു കിടിലൻ കോച്ചല്ലേ അല്ലേ ബ്രോ? ഫ്രഷ് കോച്ച്. നമുക്കിവിടെ ഒരു സൈഡപ്പുറം കിട്ടി. ഫോൾസിൻ്റെ ദൂത്സാറിൻ്റെ ആ സൈഡിൽ തന്നെ ഒരു സൈഡപ്പുറം കിട്ടി. ഇനി TT വരുമ്പോൾ നമുക്ക് കയറി കൺവേർട്ട് ചെയ്യാം. നമ്മൾ 10:33 ആയപ്പോൾ ഇവിടെ കാസർഗോഡൊക്കെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇപ്പോഴും മഴയാണ്. മഴയൊന്നും നിൽക്കത്തൊന്നുമില്ല. ഇനി താഴെ എത്തുന്നവരെ ഫുള്ള് മഴയായിരിക്കും. ഇനി ഇവിടെ എല്ലാം ഇതേപോലെ ഈ ഓരോ DG4 ലോക്കോമോട്ടീവ്സ് ഇങ്ങനെ ഓണാക്കി ഐഡൽ മോഡൽ ഇട്ടേക്കുവാണ് കേട്ടോ. ഇതെല്ലാം ഹുബ്ബള്ളി ഷെഡിൻ്റെയാണ്. ഈ കിടക്കുന്ന എല്ലാം ഹുബ്ബള്ളിയാണ്. നേരത്തെ കണ്ട കല്യാൺ ഷെഡിൻ്റെ ആയിരുന്നേ. ഇത് ഹുബ്ബള്ളി ഷെഡിൻ്റെ ഒരു ട്രിപ്ലറ്റ് ലോക്കോസാണ് കിടക്കുന്നത്. ഗോവ എക്സ്പ്രസ്സിന് ഇപ്പം ഇവർ മുന്നിൽ 2 ലോക്കോസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അമരാവതിക്ക് ബാങ്കറായിട്ട് വന്ന ലോക്കോസ് ഇവർ ഫ്രണ്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കറായിട്ട് പോകും. അപ്പോൾ മുന്നിൽ ആ 2 ലോക്കോസ്, പിന്നെ നമ്മുടെ ഒരു ലോക്കോ. അപ്പോൾ 3 ലോക്കോ ഉള്ളൂ. ബാക്കിൽ ലോക്കോ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിൽ ലോക്കോ ഇല്ല. അപ്പം 3 ലോക്കോസ് മാത്രമേ ഉള്ളൂ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ ഗൈസ്, ഓ അടിപൊളി നൈസ്. നോക്കിയേ, ഒരു വലിയൊരു പാലമാണിത് കേട്ടോ. ആ പച്ചപ്പ് കണ്ടോ, നല്ല അടിപൊളി പച്ചപ്പ്. മുകളിലൊക്കെ നല്ല കോള. സൂപ്പർ സൂപ്പർ. നമ്മുടെ ദൂത്സാഗർ വെള്ളച്ചാട്ടം ഇപ്പം നമ്മൾ തിരിച്ചു വരുന്നത് ഇപ്പം പിന്നെയും കിട്ടും. അപ്പോൾ ഇപ്പം എത്താറായി. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മളവിടെ എത്തുന്നതാണ്. ഇപ്പം മഴയില്ല, അതുകൊണ്ട് നമുക്ക് ഫോൾസ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫോൾസ് എത്താറായതുകൊണ്ട് എൻ്റെ പോലെ നോക്കിയാ. രണ്ടാമത് വീണ്ടും കണ്ടു നമ്മൾ. കണ്ടാ അടിപൊളി. അങ്ങോട്ട് പോയപ്പോൾ മര്യാദയ്ക്ക് കിട്ടിയില്ല. ഇങ്ങോട്ട് വരാൻ നല്ല കിടിലമായിട്ട് കിട്ടി. അനന്ത് റീലും എടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് കിട്ടി. ഇവിടെ ദയവ് ചെയ്ത് ആരും ഇവിടെ ട്രെയിൻ നിർത്തുമ്പോഴൊന്നും ആരും പുറത്തിറങ്ങരുത്. അത് നിയമവിരുദ്ധമാണ്, ഇല്ലീഗലാണ്. കണ്ടാൽ അവർ നല്ല പണി തരും, ഫൈൻ അടിക്കും. പിന്നെ എന്തൊക്കെ ചെയ്തെന്ന് നമുക്കറിയത്തില്ല. അവിടെ പോലീസുകാർ RP4 നിൽപ്പുണ്ട് അവിടെ താഴെ, പോലീസിൻ്റെ താഴെ. ആരും ഇറങ്ങാതിരിക്കാൻ വേണ്ടി. കാരണം ഇവിടെ ആൾക്കാർ ഇറങ്ങിയിട്ട് ട്രെയിനൊക്കെ ഇടിച്ച്, ട്രാക്കിനോടൊക്കെ കയറി ട്രെയിനൊക്കെ ഇടിച്ച് മരിച്ച് എന്ത് ചെയ്യും? സേഫ്റ്റി റീസൺ കുറച്ച് കാരണമാണ് അങ്ങനെ ആൾക്കാരെ ഇറക്കാത്തത്. ഇവിടെ ഒരു ഫോൾസ് ഉണ്ടോ, പിന്നെ പലയിടത്തും ഫോൾസ് ഉണ്ട്. അപ്പോൾ ദയവേത് ആരും ദൂത്സാഗറിൽ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ട്രെയിനിൽ നിന്ന് കാണാൻ പറ്റും അടിപൊളിയായിട്ട്.
ഇതുണ്ട് ഇവിടെ പാളം തെറ്റി ഗുഡ്സ് ട്രെയിനിൻ്റെ മറ്റേ ഭാഗം കിടക്കുന്നുണ്ടോ. ഇതാണ് ഒരു 2-3 ആഴ്ച മുമ്പ് ഇവിടെ ഒരു മറ്റേ ബോക്സിംഗ് ഫ്ലൈറ്റ് പാളം തെറ്റി ഫുള്ള് ട്രാഫിക് കുളമായി കിടക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഒരു മാസമായി ഇപ്പം. അപ്പം അതിൻ്റെ ആ ഭാഗങ്ങളാണ് കിടക്കുന്നത്. അത് എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. എങ്ങനെ എടുത്ത് മാറ്റാൻ അത്രയും വെയിറ്റുള്ള സാധനമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ എടുത്ത് മാറ്റാൻ. അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഇതൊരു ഫോറസ്റ്റ് ഏരിയയും കൂടെ ആയതുകൊണ്ടേ നമ്മളിവിടെ കടന്നു കയറിയാൽ റെയിൽവേയുടെ മാത്രമല്ല ഫോറസ്റ്റിൻ്റെയും കൂടെ കേസ് വരുമെന്ന് ഓർത്തോണം. ട്രെക്കിംഗ് അലോങ് ദി റെയിൽവേ ട്രാക്ക് ഈസ് പ്രൊഹിബിറ്റഡ്. ട്രെസ്പാസിങ് ആൻഡ് എൻട്രി വിത്തൗട്ട് പെർമിറ്റ് ഈസ് പണിഷബിൾ അണ്ടർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പം 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ കേസ് വരും ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി കാണിച്ചാൽ. നമ്മുടെ ഈ സ്ലീപ്പർ കോച്ച് റെയിൽ കോച്ച് ഫാക്ടറി RCFൻ്റെ ആണ്, കപൂർത്തല RCFൻ്റെ. നമ്മളിവിടെ സൊനാലിൽ നിന്നൊരു ഏതൊരു സ്റ്റേഷനിൽ ഇവർ പിടിച്ചിട്ടേക്കുവാണ്. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ടേ. അപ്പോൾ ആ ഗുഡ്സ് ട്രെയിൻ വരാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കോട്ടോ. വരുന്നുണ്ടോ? വളമായിട്ട് ഹോണൊക്കെ അടിച്ചാൽ വരുന്നത് കണ്ടോ. മുന്നിൽ 2ഉം ബാക്കിൽ 3ഉം. ഈ റൂട്ടിൽ കുറേ മലയാളി ചേട്ടന്മാർ ലോക്കോ പൈലറ്റും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റുമാരുടെ കുറേ പേരുണ്ട്. ഞങ്ങൾ കാസർഗോഡ് പോയപ്പോഴും കുറേ പേര് കണ്ടു. കുലം പോയപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 19 ആൾക്കാരോളം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓടിച്ചു പോയതിൻ്റെ ആ ചേട്ടൻ മലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. കൊള്ളാം എന്തായാലും. ഇഷ്ടംപോലെ മലയാളികളുള്ള ഒരു ഏരിയ ഇത്. നമ്മൾ അങ്ങോട്ട് പോയ ക്ലൈമറ്റ് ഒന്നുമില്ല. ഇപ്പോൾ കണ്ട് വെയിലായി കണ്ടോ. ഇപ്പോൾ സമയം ഉച്ചയായിട്ടോ. ഉച്ച ഏകദേശം ഒരു 12:30 ആവാറായി. അല്ല 12 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വെയിലായി കണ്ടോ. അങ്ങോട്ട് നല്ല മഴയായിരുന്നു. നമ്മളിപ്പോൾ കുലം എത്താറായി. ഇപ്പോൾ സമയം 12:15. അപ്പോൾ ഞങ്ങളിങ്ങനെ സുരാവലിയിലാണ് സ്റ്റേഷനുണ്ടേ. ഈ മടുകാവ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേഷനാണ്. നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. അവിടെ ഇപ്പോൾ ഒരു ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ 12:20 ഒരു പാസഞ്ചറുണ്ട്. അതിന് സുരാവലി സ്റ്റോപ്പുണ്ട്. ഇവിടുന്ന് ഈ കുലം നിന്ന് വാസ്കോഡഗാമ പോകുന്നൊരു പാസഞ്ചറാണ്. അപ്പോൾ ഇത് ഇപ്പോൾ 12:15. അപ്പോൾ 12:20 അവിടെ കയറിയാൽ ഞങ്ങൾ ആ വണ്ടി കയറാനുള്ള പ്ലാനാണ്. നോക്കാം ആരാദ്യം കയറുക ആരാദ്യം വിടുമെന്ന് നോക്കാം. നമുക്ക് ആ പാസഞ്ചർ കിട്ടും ഗൈസ്. നമ്മൾ കുലമെത്തി. കുലം വീണ്ടും എന്താണ് മഴ തുടങ്ങി. ഇത്രയും നേരം ഒരു 5 മിനിറ്റ് പോലെ വെയിലാണ്. ഇപ്പോൾ മഴ തുടങ്ങി. എന്ത് പെട്ടെന്ന് നോക്കിയാൽ കാലാവസ്ഥ മാറുന്നത്. വണ്ടി വന്നിറങ്ങി. ഇന്ന് നേരെ ഈ വണ്ടി കയറുവാണ്. വേണ്ട നമ്മുടെ പാസഞ്ചർ. ചെറിയൊരു പാസഞ്ചറാണേ. ഇതിനാകെ ഒരു 6-7 കോച്ചൊക്കെ കാണത്തുള്ളൂ. ഇത് ഇവിടെ ഓടുന്ന ചെയിൻ സർവീസാണ് ഇവിടുത്തെ. മറ്റേ കുലം വാസ്കോഡഗാമ കുലം. ഇവിടെ കയറാൻ പോവാ. ലക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വന്ന് ഈ വണ്ടിയിൽ കയറി. ഈ വണ്ടി കറക്റ്റ് അപ്പം തന്നെ വിട്ടു. ഗോവ എക്സ്പ്രസ്സിനെ ഇവിടെ സൈഡാക്കിയിട്ട് നമ്മുടെ പാസഞ്ചർ ഇവിടെ നിന്ന് എടുത്ത് പ്രയോറിറ്റി. ഇതാണ് നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്ന ലോക്കോ WDP 4D കൃഷ്ണരാജപുരം. അതുകൊണ്ട് മഴയെന്ന് തുടങ്ങി കിടിലെ മഴ നോക്കിയേ. ഇതാണ് നമ്മുടെ ബ്രേക്കർ ലോക്കോ കണ്ടോ. ഈ ലോക്കോ ആയിരുന്നു ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നത്. ഇവിടെ കുറേ സ്റ്റേഷനിൽ ഇതേപോലെ കുറേ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇത് ലോഡറാണ്. ഇത് ഇന്നലെയും ഈ സാധനം സെയിം വിത്ത് ലോക്കോ ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് അനങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം മറ്റേ ഇവിടെ ഈ പോകുന്ന റൂട്ടിൽ ഘടകന്ന് സോലാപ്പൂർ പോകുന്ന റൂട്ടിൽ ഇവിടെ ഒരു ഡിറെയിൽമെൻ്റ് ഉണ്ടായി. അപ്പം മിക്കവാറും ആ ഭാഗത്തേക്കുള്ള വല്ല ഫ്ലൈറ്റ് ആയിരിക്കും. കാരണം കൂടുതൽ ഇവിടുന്ന് ഫ്ലൈറ്റ് പോകുന്ന ആ ഭാഗത്തേക്കാണ്. അപ്പോൾ ആ ഡിറെയിൽമെൻ്റ് ഉണ്ടായത് കൊണ്ടായിരിക്കണം ഇത് ഇവിടെ പിടിച്ചിട്ടേക്കുന്നത്. കാരണം അങ്ങോട്ട് ഇനി പോകാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ എന്താണെന്നൊന്നും അറിയത്തില്ല. വിത്ത് ലോക്കോ അതും ഫുള്ളി ലോഡറാണ് കേട്ടോ. ലോഡഡ് ഫ്ലൈറ്റാണ്. ഇത് അവിടെ എത്തേണ്ട സാധനമാണ്. ഫുൾ ലോഡാണ് കേട്ടോ. ലോഡർ എന്തായാലും ഇങ്ങനെ പിടിച്ചെടുത്തില്ലല്ലോ ഇവിടെ. നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഏതോ ഒരു WDG4 ലോക്കോ ആണ്. ഹൂബ്ലിയുടെ ആയിരിക്കും മിക്കവാറും.
1:22 ആയപ്പോഴേക്കും നാട് മടുകാവ് എത്തി കേട്ടോ. അയ്യോ ഈ സാധനം രാവിലെ ഇവിടെ കിടന്ന് ഇതിനായിട്ട് ഇത് പോയില്ലായിരുന്നോ? ദൈവമേ ഇതെന്താണ് പോവാത്തേ? എനിക്ക് പിന്നെ ആളൊന്നും കാണത്തില്ല മിക്കവാറും. അറിയത്തില്ല. ആളെ ഇറക്കിയിട്ടുണ്ടാവും മിക്കവാറും. കൊള്ളാം. ഡെക്കൻ ഒഡിസി നമ്മൾ രാവിലെ കണ്ടില്ലേ, ആ വണ്ടിയാണിത്. ഗൈസ് ഇതാണ് സുരാവല്ലി സ്റ്റേഷൻ കണ്ടോ. ഇത് ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പുള്ള അതിനേക്കാൾ ട്രാക്കിൽ ഇറങ്ങിയൊന്നുമല്ല കേട്ടാ. ഓക്കെ വണ്ടി ഇവിടുത്തെ കണ്ട. ഇതാണ് സുരാവല്ലി സ്റ്റേഷൻ കണ്ടോ. ഇവിടെ പ്ലാറ്റ്ഫോമും ഒന്നും ഇല്ല, നമ്മൾ വേണം ട്രാക്കിൽ ഇറങ്ങണം. ഇത് ഇവിടുത്തെ ഒരു ഹോൾട്ട് സ്റ്റേഷനാണ്. മടുകാവ് കഴിഞ്ഞിട്ട് ടെക്നഗിരി ഭാഗത്തേക്ക് പോകുമ്പോൾ കണ്ട. ദൈവമേ ഇങ്ങനെയും സ്റ്റേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാവോ. വണ്ടി എടുത്തിട്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് കോച്ചിലാണ് കയറി കേട്ടോ. എന്തല്ലേ സുരാവലി സ്റ്റേഷൻ്റെ കെട്ടിടം കണ്ടോ. ഒരു ഭാർഗവി നിലയം പോലത്തെ ഒരു സ്റ്റേഷനാണെന്ന് തോന്നുന്നുണ്ട. ഇവിടെ ട്രെയിൻ വരുമ്പോഴേക്കും ടിക്കറ്റ് എടുക്കാൻ ആൾ വരുന്നത് നോക്കി. എന്ത് വലിയ അല്ലെങ്കിൽ ഈ കൊങ്കൺ റെയിൽവേ സ്റ്റേഷനല്ല, ഒരുമാതിരി പഴയ 80s ടച്ചാണ് എല്ലാത്തിനും കണ്ടോ. നോക്കി ഇത് കണ്ടോ, എന്ത് വലിയ ഫുള്ള് കാടൊക്കെ പിടിച്ച് നമുക്ക്. ഇതിൽ ഡെയിലി പോകുന്ന വണ്ടികളുടെ ലിസ്റ്റാണ് കണ്ടോ. സാവന്ത്വാടി മടുകാവ് പാസഞ്ചർ മാത്രമേ സ്റ്റോപ്പുള്ളേ. മടുകാവ് സാവന്ത്വാടി കുലം വാസ്കോ കുലം വാസ്കോ കുലം കുറേ ഉണ്ടല്ലോ. ഇത് വാസ്കോ കുലം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ആണ് ടിക്കറ്റ് കൊടുക്കുന്നുണ്ടോ. ഇവിടെ ഒരു പുള്ളി വന്നിരിക്കുമായിരിക്കും മിക്കവാറും വണ്ടി വരാറാകുമ്പോൾ. എന്നിട്ട് ടിക്കറ്റ് കൊടുക്കും. ടിക്കറ്റ് ഇല്ലാതെ ആൾക്കാർ കയറി വരിക, അത് വേറെ കാര്യം. നമ്മളിവിടെ വന്ന് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ വന്നതാണ്. അതുകൊണ്ട് മറ്റേ ഉദിന മംഗലാപുരം ജംഗ്ഷൻ സ്പെഷ്യൽ വരുന്നുണ്ട്. ഇതിനെപ്പോൾ നോക്കിയാലും ഒരു ജീനേ ലോക്കും ആയിരിക്കും കേട്ടോ. ഇത് ഏത് ഷർട്ടിൻ്റെ ഏതോ ഒരു ലുധിയാന ഏതോ അസൻസോൾ ഷർട്ടിൻ്റെ WG9 ആണേ. എന്താ ഉദിന മംഗലാപുരം സ്പെഷ്യൽ. ആറേഴ് മണിക്കൂർ ഡിലേ ആയിട്ട് ഓടുന്ന മുംബൈ CSMT മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് ആണ് ഇപ്പോൾ പോയത്. നേരത്തെ പോയത് കൊങ്കങ്കന്നി ആയിരുന്നേ. 6-7 മണിക്കൂറിൽ ഇതിലൊരു ജീനയിലൊക്കെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ട്രാക്കിലൊന്നുമല്ല, ഇത് ഈ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമാണ്. സ്റ്റേഷൻ നെയിം ബോർഡാണ് കാണുന്നത്. സുരാവലി ഒരു സൗകര്യമില്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സ്റ്റേഷനിൽ കണ്ടോ. അടുത്ത വണ്ടി വരുന്നുണ്ട് ഗൈസ്. ഇത് പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. എപ്പോൾ നോക്കിയാലും ഡിലേ, എന്നും ഡിലേ ആണ്. 7-8 മണിക്കൂർ എന്തോ ഡിലേ ആണ് കേട്ടോ. അത് ഒരു G9 ആണ് കേട്ടോ. ഗോമോ ഷെഡിൻ്റെ G9. നമ്മളിവിടെ മടുകാവ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവിടെ ഒരു റെയർ സൈറ്റ് കണ്ടോ. ഇത് വെർണ ഷെഡിൻ്റെ, വെർണ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ വെർണ ഷെഡിൻ്റെ ഒരു WDG3A വിത്ത് NMG ട്രെയിൻ, അതായത് കാറ് കൊണ്ടുവന്നൊരു ഫ്ലൈറ്റാണത്. അതിവിടെ വന്ന് കിടക്കുകയാണ്. ഒരു ഭയങ്കര റെയറായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ആൾക്കോ ലോക്കോമോട്ടീവൊക്കെ ആണെങ്കിൽ ഭയങ്കര റെയറാണ്. രാവിലെ വന്ന ആ ഡെക്കാൻ ഒഡിസി ഇപ്പോഴും അവിടെ ഉണ്ട്. എന്താണോ എന്തോ പോകാത്തത്. അതിനകത്ത് ആൾക്കാരുണ്ടല്ലേ. എന്താണെന്നറിയത്തില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും അറിയത്തില്ല. കാരണം ആദ്യം അവിടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് പിന്നെ നടുക്ക് കയറ്റി ഇങ്ങ് ഇട്ടു. പിന്നെ അത് പിന്നെ ഒരു അനക്കവും ഇല്ല. എൻജിനും ഓണാ, എല്ലാം ഓണാ. ഇപ്പോൾ ഒരു ഹൂബ്ലി ഷെഡിൻ്റെ 2 WDG4 വെച്ച് പിന്നെ ഒരു ഫ്ലൈറ്റ് പോയിട്ടുണ്ട് അങ്ങോട്ട്. ഇത് എനിക്കൊന്ന് കൊങ്കൺ വഴി പോകുന്നതാണെന്ന് തോന്നുന്നു. ഇത് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറ്റി. മംഗള തിവിം കഴിഞ്ഞു. മംഗള ഇപ്പോൾ ഇങ്ങോട്ട് വരും മിക്കവാറും.
ഞങ്ങൾ മംഗളയിലാണ് പോകുന്നത്. മംഗളയുടെ തേർഡ് AC എക്കണോമിയിലാണ് പോകുന്നത്. തേർഡ് AC എക്കണോമിക്ക് എങ്ങനെയുണ്ടെന്ന് മംഗളയുടെ എനിക്കറിയത്തില്ല, ശോകമായിരിക്കും. മംഗളയൊക്കെ സെക്കൻഡ് AC എങ്കിലും മിനിമം എങ്കിലും വേണം. അങ്ങനെ നമ്മുടെ മംഗള എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ, സൂപ്പർ ഫാസ്റ്റ്. തുഗ്ലക്കാബാദ് ഷെഡിൻ്റെ ഒരു WP7 ആണ് ഇതിൻ്റെ ലോക്കോ ഉണ്ടോ. നമ്മൾ യാത്ര ചെയ്യുന്ന M1 കോച്ച് AC എക്കണോമി കോച്ചാണ്. നല്ല വെടുപ്പായിട്ട് നല്ല പുത്തൻ കോച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അപ്പർ ബർത്തും ഒരു മിഡിൽ ബർത്തും ആണ് ഇതിൽ കിട്ടിയത്. 2021 മേടിയൊരു കോച്ചാണ്. നല്ല കൊള്ളാം, നല്ല അടിപൊളി കോച്ചാണ്, മെയിൻറ്റൈൻഡ് കോച്ചാണ്. ഞങ്ങളുടെ ബർത്ത് കണ്ട് ഈ ഭാഗത്തായിട്ടാണ് 6970 ഇവിടെ ആയിട്ടാണ് ബർത്ത്. ഇവിടെ വന്നിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടാണ് നമ്മളെ മംഗളം ഇവിടെ നിന്ന് എടുക്കുന്നത്. ക്രൂ ചേഞ്ചൊക്കെ കഴിഞ്ഞിട്ട് സിഗ്നൽ വന്ന ഉടനെ തന്നെ ആയതാണ്, പക്ഷേ വണ്ടി വിട്ടാൽ കുറച്ച് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മടുഗാവ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂർ 20 മിനിറ്റ് എന്തോ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. മംഗളയിൽ കയറി ഒരു സ്റ്റേഷൻ പോലും അല്ല, അതിന് മുമ്പേ പിടിച്ചിടൽ തുടങ്ങിയായിട്ട് ഇവിടെ ബള്ളീൻ എന്ന സ്റ്റേഷനിൽ മത്സ്യഗന്ധ വരാൻ വേണ്ടി പിടിച്ചിട്ടേക്കാണ്. രണ്ടും പഴച്ച വണ്ടിയാണ് കേട്ടോ, മത്സ്യഗന്ധയും ഇതും രണ്ടും നല്ല വണ്ടിയാണ്. ഈ പൊട്ടുപുറയിലെ KSK വരുന്നത് സമ്പർക്ക ഗാന്ധി. നമ്മളിവിടെ കൺകോൺ സ്റ്റേഷനിലും പിടിച്ചിട്ട് ഇപ്പോൾ കൊച്ചുവേൽ ലോക്മാൻ ഇതിലേക്ക് സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ടേ. നിങ്ങൾക്ക് മറ്റേ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പാനലിൽ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റാണ്. കൊങ്കനയിലൂടെ സൈറ്റാണ്. കൊങ്കനയിലൂടെ സൈറ്റിൽ കറൻറ്റ് പൊസിഷൻ ട്രെയിൻ ഇൻ KR എന്നൊരു ലിങ്ക് ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനും നമ്മുടെ ബാക്ക് ചെയ്ത് വണ്ടി, നമ്മുടെ മുന്നിൽ ഏത് വണ്ടിയുണ്ട്, ക്രോസിങ്ങിന് ഏത് വണ്ടിയാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിക്കാം. അപ്പോൾ ഗുഡ്സ് കാണാൻ പറ്റത്തില്ല, അല്ലാത്ത വണ്ടികളൊക്കെ കാണാൻ പറ്റും. ഇതെങ്ങാണ്ട് 3-3.5 മണിക്കൂർ ലേറ്റായി ഈ വണ്ടി കേട്ടോ. എന്താല്ലേ നമ്മുടെ വണ്ടി ഇപ്പോൾ വലിയ ഡിലേ ഒന്നും ഇല്ല. ഇപ്പോൾ സമയം 11 മണിയായിരുന്നു. നമ്മൾ ഒരു 12 മണിക്കാകുമ്പോൾ മംഗലാപുരം എത്തും. അപ്പോൾ ഞാൻ നടക്കാം. നിങ്ങൾ രാവിലെ എത്തിയപ്പോഴേ പുതുക്കാട് പിടിച്ചിട്ടേക്കുമായിരുന്നേ. പുതുക്കാട് പിടിച്ചിട്ടാൻ കാര്യം മുന്നിൽ മറ്റേ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് ഉണ്ട്. ഓൺ ടൈം ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. 8 മണി എത്താൻ വേണ്ടി എന്തോ ഇടപാടാന്ന് നോക്കി. ആ മുന്നിൽ ആ മധുരൈ എക്സ്പ്രസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഇപ്പോൾ അങ്കമാലി നമ്മൾ ലൂപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഗുഡ്സ് കിടക്കുന്നതുകൊണ്ട് എന്താല്ലേ ഇത് 8 മണിക്ക് എത്താൻ വണ്ടി മിക്കവാറും 8:30 ആവും എത്താൻ. ഇതുപോലൊരു തേപ്പ് കിട്ടുന്നൊരു വണ്ടി ഞാൻ എൻ്റെ കരിയറിൽ കണ്ടില്ല പോലെ. വണ്ടി കിട്ടിയാൽ 8:45 മെമ്മോ ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയാണ് ആനന്ദ് നോക്കുന്നത്. എന്തായാലും സൂപ്പർ ഫാസ്റ്റ് എന്നെ പേരും നല്ല വണ്ടിയുടെ പുറകിലിട്ട് ഉരുട്ടൽ. 40 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ വന്ന് കയറി കേട്ടോ. ഓൺ ടൈം ഏകദേശം ഓടിക്കൊണ്ടിരുന്ന വണ്ടി 40 മിനിറ്റ് ലേറ്റാക്കി ഇവിടെ എത്തിച്ച്. അപ്പോൾ ഞങ്ങൾ മടുഗാവിന് ദൂത്സാറ് പോയി 2 തവണ ഞങ്ങൾ ദൂത്സാറ് കണ്ടു. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു, നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ഞാൻ ഇവിടെ നിന്ന് എറണാകുളത്ത് നേരെ മംഗലാപുരം പോവാണ്. മംഗലാപുരം പോയി നിങ്ങൾ വെറുപ്പിക്കുകയല്ല, മംഗലാപുരത്ത് നിന്ന് കബകപ്പുത്തൂർ എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് ഒരു കുഞ്ഞൊരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. ഈ പാസഞ്ചർ ട്രെയിൻ ഓടുന്നത് ഒരു ആൽക്കോ ലോക്കോമോട്ടീവ് വെച്ചാണ്, അതായത് പഴയ ഡീസൽ എഞ്ചിൻ വെച്ച് ഓടുന്ന ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ മംഗലാപുരം കബകപ്പുത്തൂർ പാസഞ്ചർ. രാവിലെ 5 മണിക്ക് മംഗലാപുരം സെൻറ്ററിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ട്രെയിനിലുള്ള യാത്രാ വീഡിയോ ആണ് നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത്. പിന്നെ ഇനിയും ഒരു 2-3 പാസഞ്ചർ ട്രെയിൻസിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സദേൺ റെയിൽവേയുടെ തന്നെ ഏറ്റവും കുറവ് ദൂരം ഓടുന്ന ഒരു പാസഞ്ചറും കൂടുതൽ ദൂരം ഓടുന്ന പാസഞ്ചറും അത് ഏതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാതെ വിശ്വസിക്കുന്നു. അത് ഇവിടെ ഉള്ളതല്ല, കന്യാകുമാരി ഭാഗത്തുള്ളതാണ്. അപ്പോൾ ആ ഒരു 2-3 വീഡിയോ വരുന്നുണ്ട്, പാസഞ്ചർ ട്രെയിൻസിൽ മാത്രമുള്ളൊരു വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം കബകപ്പുത്തൂർ പാസഞ്ചറിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.